വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ തേർഡ് സെമ്മായ BA എക്കണോമിക്സ് ആണ്. അപ്പോൾ മേജർ 1 അനലൈറ്റിക്കൽ ടൂൾ ഫോർ എക്കണോമിക്സ് ആണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ മൊഡ്യൂൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കണേ. ഇനി നമുക്കതിൽ നോക്കാനുള്ളത് ഗ്രാഫ്സ് ഓഫ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഫങ്ഷൻ എന്താ നോക്കി, അതിൻ്റെ ടൈപ്പ് നോക്കി, നമുക്ക് ഗ്രാഫിനെ പറ്റി നോക്കാം. അപ്പോൾ എന്താണ് ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ, എ ഗ്രാഫ് ഈസ് എ പിക്ചർ ഓർ ഡയഗ്രാം ഷോയിങ് ദ മാത്തമാറ്റിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റേറ്റീവ്സ് അപ്പോൾ റിപ്രസെൻറ്റഡ് ഇൻ ഇറ്റ്. അതായത് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ഒരു ഡയഗ്രാം അല്ലെങ്കിൽ പിക്ചറിനെയാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രാഫിൽ എന്താണ് കാണിക്കൽ, രണ്ട് വ്യത്യസ്ത അളവുണ്ടാവും, അതായത് വൈ ആക്സസും എക്സ് ആക്സസും. ആ അളവിനെ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പിനെയാണ് ഒരു ഗ്രാഫിൽ കാണിക്കൽ. ദ പൊസിഷൻ ഓഫ് പോയിന്റ്സ് ഓൺ ദ ഗ്രാഫ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് വിത്ത് റെഫറൻസ് ടു ഇന്റർസെക്റ്റിംഗ് ലൈൻസ് കോൾഡ് കോഓർഡിനേറ്റ് ആക്സസ്. അതായത് എക്സ് ആക്സസും വൈ ആക്സസിനെയും നോക്കിയിട്ടാണ് ഗ്രാഫിൽ ഒരു പോയിന്റിന്റെ പൊസിഷൻ എവിടെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ആക്സസിനെ എക്സ് ആക്സസ് എന്നും വെർട്ടിക്കൽ ആക്സസിനെ വൈ ആക്സസ് എന്നും പറയും. ഈ രണ്ട് ആക്സസും ഇന്റർസെക്റ്റ് ചെയ്യുന്നത് 0 എന്നൊരു പോയിന്റ് ആണ്. അതിന് ഒറിജിൻ എന്നും പറയും. അതായത് രണ്ട് എക്സ് ആക്സസും അതേപോലെ വൈയും എവിടെയാണ് കണക്ട് ചെയ്യുന്നത്, ആ ഒരു 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒറിജിൻ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് രണ്ടും മേലോട്ടും അടിയിലേക്കും പോകുന്നതല്ലേ അതിൻ്റെ അളവ്. അതുകൊണ്ട് 0 ആണ് രണ്ടിനെയും കണക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ് ആണ് ഡിസ്റ്റൻസ് മെഷർ ടു ദ റൈറ്റ് ഓഫ് വൈ ഡാഷ് വൈ ആർ പോസിറ്റീവ് ആൻഡ് ദ ലെഫ്റ്റ് ഓഫ് വൈ ഡാഷ് വൈ ആർ നെഗറ്റീവ്. അതായത് ഇപ്പോൾ മെഷർ ചെയ്യുകയാണെങ്കിൽ റൈറ്റിലേക്ക് പോകുന്നത്, ആ ഏരോ മാർക്കിൻ്റെ മുന്നിലേക്ക് പോകുന്നത് അപ്പോൾ പോസിറ്റീവും, ആ വൈ ഡാഷ് വൈ പോസിറ്റീവും. അതേപോലെ ലെഫ്റ്റിലേക്ക് വരാണെങ്കിൽ പുറകോട്ടാണ് വരുന്നതെങ്കിൽ അത് നെഗറ്റീവുമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഏരോ മാർക്ക് നോക്കൂ, ആ വൈ ഡാഷ് വൈ അതിപ്പോൾ മുന്നോട്ട് വൈൻ്റെ അങ്ങോട്ട് പോവാണ്, പോസിറ്റീവാണ്. അപ്പോൾ വൈ ഡാഷ് കാണുന്നില്ല, അടിയിലേക്കാണ് വരുന്നതെങ്കിൽ അത് നെഗറ്റീവാണ്. നെഗറ്റീവ് ഔട്ട്കം ആയിരിക്കും കാണിക്കൽ. മൈനസ് ഒന്നാക്കാണ്ടായിരിക്കും നമ്മൾ ഓരോ നമ്പേഴ്സും അടയാളപ്പെടുത്തൽ കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ്, ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു എന്നല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ എക്സ് നോക്കൽ. അപ്പോൾ ഡിസ്റ്റൻസ് മെഷർ അപ്വേർഡ് ഫ്രം എക്സ് ഡാഷ് എക്സ് ആർ പോസിറ്റീവ്. അതായത് ആ എക്സ് ഉണ്ടല്ലോ, അത് മുന്നോട്ട് എക്സിൻ്റെ അടുത്തേക്ക് റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്, അത് പോസിറ്റീവാണ്. അത് നേരെ തിരിച്ച്, അതായത് തിരിച്ച് ലെഫ്റ്റിലേക്ക്, അതായത് എക്സ് ഡാഷിൻ്റെ അങ്ങോട്ടാണ് വരുന്നതെങ്കിൽ അത് മൈനസ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ സംഖ്യ അവിടെ മൈനസ് ആയിക്കാണ്ടായിരിക്കും നമ്മൾ നോട്ട് ചെയ്യൽ. അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു റോങ് വന്നിക്കണം, അതായത് തെറ്റ് വന്നിക്കണം ടെസ്റ്റിൽ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഡിസ്റ്റൻസ് മെഷർ ടു ദ റൈറ്റ് ഓഫ് വൈ ആണ്, അത് തെറ്റാണ് കേട്ടോ. അവിടെ എക്സ് ആണ് വരേണ്ടത്. കാരണം റൈറ്റും ലെഫ്റ്റും എന്താ ഇല്ലത്, എക്സ് ആണ് ഇല്ലത്. കാരണം അടിയിലേക്കും മേലോട്ടാണ് വൈ വരുന്നത്. അതുകൊണ്ട് അവിടെ എക്സും പിന്നെ അതേപോലെ ഡിസ്റ്റൻസ് മെഷർ അപ് ടു ഫ്രം എക്സ് എന്ന് പറയുന്നത് വൈ ആണ്. അത് അപ്വേർഡും അതേപോലെ ഡൗൺവേർഡും എന്താ കിടക്കുന്നത്, അതാണ് ശരിക്കും വൈ കിടക്കുന്നത്. അതുകൊണ്ട് ടെസ്റ്റിൽ ചെറിയൊരു തെറ്റാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾ നോക്കിക്കാണ്ട് പഠിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഡയഗ്രാം നോക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ 2 ആക്സസ് ഡിവൈഡ് ദ പ്ലെയിൻ ഇൻറ്റു 4 കോൺട്രാക്ട്സ്. അതായത് എന്താ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, രണ്ട് ആക്സസ് നമ്മൾ വരയ്ക്കുമ്പോൾ, അത് രണ്ട് ഏരോ മാർക്ക് വരയ്ക്കുമ്പോൾ അവിടെ നമുക്ക് എത്ര കോൺട്രാക്ട്സാണ് കിട്ടുന്നത്, 4 കോൺട്രാക്ട്സാണ് കിട്ടുന്നത്. കാരണം ഒന്ന് അപ്പം അപ്വേർഡും ഡൗൺവേർഡും ലെഫ്റ്റും റൈറ്റും അങ്ങനെ 0 പോയിന്റ് നടുവിൽ വന്നിക്കാൻ നമുക്ക് 4 കോൺട്രാക്ട്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതായത് അപ്പോൾ വൈ ഡാഷ്, അപ്പോൾ എക്സ് ഡാഷ്. അപ്പോൾ ഈ 4 നമ്മൾ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് 4 കോൺട്രാക്ട്സ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഒന്നാമത്തിൽ പ്ലസ്സുമാണ്. അത് എന്തുകൊണ്ടാണ് വന്നത്, അവിടെ ഒരു നെഗറ്റീവ് വന്നിട്ടില്ല. അപ്പോൾ വൈയും എക്സും ആണുള്ളത്, അല്ല വൈ ഡാഷും എക്സ് ഡാഷും ഉണ്ടെങ്കിൽ അത് നെഗറ്റീവാണ്. അപ്പോൾ ഒന്നാമത്തെ പ്ലസ്സും അത് വൈയും എക്സും ആണ്, അതുകൊണ്ട് പോസിറ്റീവ് മാത്രമേ അവിടെ ഉള്ളൂ. ഇനി രണ്ടാമത്തിൽ അവിടെ ബ്രാക്കറ്റിൽ ഒരു മൈനസ് ഉണ്ട്, അത് ആ ഒരു ബുക്കിലില്ല, നിങ്ങൾ അവിടെ ഒരു മൈനസ് നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ മൈനസും പ്ലസ്സും ആണ് വന്നിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്, അവിടെ ഒരു
എക്സ് ഡാഷും ഉണ്ട്, വൈയുമാണ് ഉള്ളത് അല്ലേ. അപ്പോൾ വൈ പോസിറ്റീവും എക്സ് ഡാഷ് എന്താണ് മൈനസുമാണ്, അതായത് നെഗറ്റീവുമാണ്. അപ്പോൾ അവിടെ എന്താ വരാ, മൈനസ് പ്ലസ്സും ആയിരിക്കും വരാം. ഇനി മൂന്നാമത്തെ അപ്പോൾ കോൺട്രാക്ട്സ് നോക്കുകയാണെങ്കിൽ മൈനസും മൈനസും ആണ്. അത് എന്തുകൊണ്ടാണ്, വൈ ഡേഷും അതേപോലെ എക്സ് ഡേഷും ആണ് അവിടെ ഉള്ളത്. അപ്പോൾ മൈനസും നെഗറ്റീവും നെഗറ്റീവാണ് അവിടെ ഉള്ളത്, അതുകൊണ്ട് അവിടെ നെഗറ്റീവ് ആണ് വരാം. അതേപോലെ അപ്പോൾ നാലാമത്തതാണ് പ്ലസ് ആൻഡ് മൈനസ് ആണ്. അവിടെ എന്തുകൊണ്ടാണ്, അപ്പോൾ അടിയിൽ ഡൗൺവേർഡ്സിൽ വൈ ഡാഷും അതേപോലെ അപ്പോൾ റൈറ്റിൽ എന്താ ഉള്ളത്, അപ്പം എക്സും ആണ് ഉള്ളത് അല്ലേ. അപ്പം ഒന്ന് നെഗറ്റീവുമാണ് ഒന്ന് പോസിറ്റീവുമാണ്, അതുകൊണ്ടാണ് അവിടെ പ്ലസും മൈനസും വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഗ്രാഫ് നോക്കി, ഇനി രണ്ടാമത്തെ ഗ്രാഫ് നോക്കാം. ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സ് ഈസ് ടേക്കൺ ഓൺ ദ എക്സ് ആക്സസ് ആൻഡ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ വൈ ഈസ് ടേക്കൺ ഓൺ ദ വൈ ആക്സസ്. അതായത് ഇതിൽ എക്സ് ആക്സസ് ഇൻഡിപെൻഡന്റ് വേരിയബിളും വൈ ആക്സസ് എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിളുമാണ്. അപ്പോൾ രണ്ടാമത്തെ ഡയഗ്രാമിൽ എന്താണ് കാണുന്നത്, പി കാണുന്നുണ്ടല്ലേ, പി ബ്രാക്കറ്റിൽ എക്സ് ആൻഡ് വൈയും. അപ്പോൾ അത് എന്താണ്, രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ കൂട്ടിക്കാണ്ടില്ല ആ ഒരു ആൻസറിനെയാണ് പി എന്ന് പറയുന്നത് കേട്ടോ. The position of a point P is the plane is showing y, x and y called the rectangular coordinate of the പോയിന്റ്. അതായത് പി എന്ന് പറയുന്ന പോയിന്റിൽ എക്സ് ആൻഡ് വൈ കൊടുത്തിരിക്കുന്നതിനെയാണ് എന്ത് പറയാ, റെക്ടാങ്കുലർ കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് അതിനെ വിളിക്കല്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ പിന്റെ ബ്രാക്കറ്റിലുള്ള എസ്സിനെ എസ് കോർഡിനേറ്റ് എന്നും ആപ്സിസ് എന്നും പറയലുണ്ട്. അപ്പൊ അതേപോലെ വൈനെ വൈ കോർഡിനേറ്റ് എന്നും ഓർഡിനേറ്റ് എന്നും പറയലുണ്ട് വൈനെ. അപ്പോൾ പി കാണൽ എക്സും വൈയും നോക്കിയിട്ടാണ്. അപ്പോൾ പി എന്ന പോയിന്റിൽ ഏത് എ ടു സെഡ് വരെയുള്ള ലെറ്റേഴ്സും കൊടുക്കാൻ വേണ്ടി പറ്റും, പക്ഷെ വൈയും എക്സും കോർഡിനേറ്റ് മാറില്ല. അതായത് പി ഇല്ല അവിടെ നമുക്ക് ക്യൂ കൊടുക്കാം അല്ലെങ്കിൽ യു കൊടുക്കാം, പക്ഷെ എന്താണ് ബ്രാക്കറ്റിൽ എന്തുണ്ടാവും, അപ്പം എക്സും വൈയും ഉണ്ടാവും, ആ ഒരു കോർഡിനേറ്റ് മാറില്ല. അപ്പോൾ വൈ കോർഡിനേറ്റ് ആപ്സിസ എന്നും അതേപോലെ അപ്പോൾ എക്സ് കോർഡിനേറ്റിന് ആപ്സിസ എന്നും വൈ കോർഡിനേറ്റിന് ഓർഡിനേറ്റ് എന്നും പറയലുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത പോയിന്റാണ് ഇതിൽ പറയാനുള്ളത്. ഇനി എല്ലാവരും ആ രണ്ടാമത്തെ ഡയഗ്രാമിലേക്ക് നോക്കാം. അതായത് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞ് ഒ എം, അപ്പൊ എൻ പിക്ക് ഈക്വൽ ആവും. അതേപോലെ വൈന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒ എൻ എം പിക്ക് ഈക്വൽ ആവും. അതായത് അപ്പോൾ ഒ എമ്മിന്റെ നേരെ കാണുന്നത് ഏതാണ്, എൻ പി ആണല്ലേ. അതുകൊണ്ട് ഒ എം ഈക്വൽ ടു എൻ പി ഈക്വൽ എക്സ് എന്ന് പറയാം. അതേപോലെ എന്താണ്, അപ്പോൾ ഒ എൻ്റെ നേരെ കാണുന്നത് എന്താണ്, എം പി ആണല്ലേ. അപ്പൊ എങ്ങനെ പറയാം, അപ്പോൾ ഒ എൻ ഈക്വൽ ടു എം പി വൈ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇതുവരെ നോക്കിയത് ഡയഗ്രാം എങ്ങനെ കാണാം, എങ്ങനെ നോക്കാം, ഡയഗ്രത്തിന്റെ പേര് കാര്യങ്ങളൊക്കെ നമ്മൾ ഡയഗ്രാമത്തിന് പറ്റി നമ്മളെല്ലാം നോക്കി. ഇനി നമുക്ക് അപ്പോൾ പ്രോബ്ലം ഒക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി ആ ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ട് നോക്കാം. ദ കോർഡിനേറ്റ് ഓഫ് ദ ഒറിജിൻ ഒ ആർ അപ്പോൾ 0 0 ആണ്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞ 0 എന്ന് പറഞ്ഞ 0 0 ആണ് എന്നാണ്. അപ്പോൾ ടു ഡ്രോ എ ഗ്രാഫ് യൂണിറ്റ് ഓഫ് സൂട്ടബിൾ സൈസ് ആർ ടേക്കൺ അലോങ് ദ ആക്സസ് ഓൺ എ ഗ്രാഫ് പേപ്പർ. അപ്പോൾ ഗ്രാഫ് പേപ്പർ നമ്മൾ സൂട്ടബിൾ ആയിക്കാണ്ട് നമുക്ക് സൈസൊക്കെ അനുസരിച്ച് ഗ്രാഫ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഇനി ഫസ്റ്റ് എക്സാമ്പിൾ ആണ് നോക്കുന്നത്. പ്ലോട്ട് ദ ഫോളോയിങ് പോയിന്റ്സ്, അതായത് തന്നിരിക്കുന്ന പോയിന്റ്സ് അടയാളപ്പെടുത്താനാണ്. ആ ഫസ്റ്റ് ഗ്രാഫ് വരയ്ക്കുന്നതിൻ്റെ മുന്നേ പോയിന്റ്സ് അടയാളപ്പെടുത്തിയത് എക്സാമ്പിളായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കോർഡിനേറ്റ്സ് ഒക്കെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ -5 3 4 -4. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണുന്നത് എന്താണ്, എക്സും രണ്ടാമത്തെ വൈയും ആയിരിക്കും കേട്ടോ ഫസ്റ്റത്തത്. അപ്പോൾ -5 എന്ന് പറഞ്ഞത് അപ്പോൾ എക്സ് കോർഡിനേറ്റും, അപ്പോൾ അടുത്തത് അതിൽ വരുന്ന 3 എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റും ആവും കേട്ടോ. ഇനി ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഗ്രാഫിൽ അടയാളപ്പെടുത്തുന്നത് എന്ന് നോക്കാം. ഗ്രാഫിൽ ആദ്യം എക്സ് ആക്സസും വൈ ആക്സസും വരയ്ക്കുക. ഇതിനെ എക്സ് ഡാഷ് എക്സും വൈ ഡാഷ് വൈയും ആക്കാം. ഇനി നോക്കേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നെ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ആ ഒരു അളവിന് വേണം ആക്സസ് അടയാളപ്പെടുത്താൻ. അപ്പോൾ ഗ്രാഫിൽ ഏത് കൂടുതൽ ആക്സസിൽ അപ്പോൾ കാണുന്നത് 5 ആണല്ലേ. അപ്പോൾ അത് എല്ലാ ഭാഗത്തും എടുക്കാം. അപ്പോൾ 5 എല്ലാ ഭാഗത്തും നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ വൈൻ്റെ നേരെ അപ്പോൾ 5, അപ്പോൾ എക്സിൻ്റെ നേരെ 5, പിന്നെ വൈ ഡാഷിൻ്റെ അവിടെ എന്താണ് -5, എക്സ് ഡാഷിൻ്റെ അവിടെ -5 ആണ് വരുന്നത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ക്വസ്റ്റ്യനിൽ പോയിന്റ്സ് ഒക്കെ എവിടെ വരുന്നത് എന്ന് നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? അപ്പോൾ -5 അപ്പോൾ -3 ആണ്. അതെവിടെയാണ് വരുന്നത്? രണ്ടാമത്തെ കോൺട്രാക്റ്റിലാണല്ലേ. അപ്പോൾ നമ്മൾ അപ്പോൾ പ്ലസും പ്ലസും മൈനസും പ്ലസും മൈനസും മൈനസും ഒക്കെ നമ്മൾ നോക്കിയതാണ് ഓരോ കോൺട്രാക്റ്റിൽ. അപ്പോൾ അതിനനുസരിച്ച് ഓരോ പോയിന്റ് അതിൽ അപ്പോൾ ചേർക്കാണ് വേണ്ടിയത്. അപ്പോൾ നമ്മൾ നോക്കിയ രണ്ടാമത്താണ്. ഇനി അതിൽ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? 4 ആൻഡ് -4 ആണ്. അപ്പോൾ പ്ലസും മൈനസും ഏതിലാണ് വരുന്നത്? നാലാമത്തെ കോൺട്രാക്റ്റിലാണല്ലേ. അപ്പോൾ നാലാമത്തെ കോൺട്രാക്റ്റ് ചേർക്കാം. പിന്നെ അടുത്ത പോയിന്റ് ഏതാണ്? 5 അപ്പോൾ ആൻഡ് 4 ആണല്ലേ വരുന്നത്. അതെവിടെ? പ്ലസും പ്ലസും എവിടെ വരുന്നത്? ഒന്നാമത്തെ കോൺട്രാക്റ്റിലല്ലേ. അപ്പോൾ ഒന്നാമത്തെ കോൺട്രാക്റ്റ് ചേർക്കാം. അങ്ങനെ പോയിന്റ് ഇടാം. അപ്പോൾ വൈയും എക്സും നോക്കിക്കാണ്ട് രണ്ടും കൂടി എന്താക്കണം? അപ്പോൾ പീൻ്റെ നേരെ, അതായത് പി ഒക്കെ നമ്മൾ നോക്കിയതല്ലേ, അതിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ യോജിപ്പിക്കാണ് വേണ്ടിയത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഭാഗത്ത് നമ്മൾ പോയിന്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രോബ്ലത്തിൻ്റെ. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം, എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? എങ്ങനെ പ്ലോട്ട് ചെയ്യാം, ഓരോ പോയിന്റ് എങ്ങനെ പ്ലോട്ട് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കിയത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് y ഈക്വൽ എക്സ്. അതായത് ഇനി ഫംഗ്ഷൻ തന്നാൽ ഫംഗ്ഷൻ അനുസരിച്ച് എങ്ങനെ ഗ്രാഫ് വരയ്ക്കാം എന്നാണ് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ എന്ത് ചെയ്യുന്നു? പ്ലോട്ട് എങ്ങനെ പോയിന്റ് ആഡ് ചെയ്യാമെന്നാണ്. ഇനി ഫംഗ്ഷൻ അനുസരിച്ച് എങ്ങനെ ഗ്രാഫ് വരയ്ക്കാം എന്ന് നോക്കാം. അപ്പോൾ ഡ്രോ ദ ഗ്രാഫ് ഓഫ് y ഈക്വൽ എക്സ്, അതായത് വൈൻ്റെ വേല്യൂം എക്സിൻ്റെ വേല്യൂം സെയിം ആണ്. ഇങ്ങനെ y ഈക്വൽ എക്സ് തന്നാൽ ഏത് വേല്യൂം എടുക്കാൻ വേണ്ടി പറ്റും. ഇനി സൊല്യൂഷൻ നോക്കാം. ഇഫ് എക്സ് ഈക്വൽ 1 y ഈക്വൽ 1, ഇനി എക്സ് ഈക്വൽ ടു y ഈക്വൽ 2, ഇനി എക്സ് ഈക്വൽ 0 y ഈക്വൽ 0, ഇനി എക്സ് ഈക്വൽ -1 അപ്പോൾ y ഈക്വൽ -1. ഇതുപോലെ ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം, പക്ഷേ എക്സും വൈയും സെയിം ആവും. പിന്നെ ഇനി നമുക്കിത് എന്ത് ആക്കണം? ഇത് പോയിന്റ് ആക്കണം അല്ലേ. ഈ എക്സ് ഈക്വൽ 1ഉം വൈ ഈക്വൽ 1ഉം അതെങ്ങനെയാണ് ഈ പോയിന്റ് ആക്കൽ? അതായത് എക്സും വൈയും നമ്മളൊരു ബ്രാക്കറ്റിൽ ഇടണം. അതായത് എങ്ങനെയാണ് അപ്പോൾ ആവല്? 1,1,1 2,2 3,3, കാരണം രണ്ടും സെയിം ആണല്ലോ. എങ്ങനെ ആയാലും രണ്ടും സെയിം ആണ് പേരിൽ. അപ്പോൾ 1,1 2,2 3,3 അങ്ങനെ ഓരോ ബ്രാക്കറ്റിൽ ആദ്യം ആക്കണം. ഇനി അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടില്ല നോക്കാം. ഇഫ് വി പ്ലോട്ട് ദ പോയിന്റ്സ് 1 1 2 2 0 0 -1 -1 വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ദ ഒറിജിൻ. അപ്പോൾ നമ്മൾ ഈ പ്ലോട്ടിൽ പോയിന്റ്സ് അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ 1 1 1 അപ്പോൾ 2 2 അങ്ങനെ നമ്മൾ ഓരോന്നിനും എക്സും വൈയും നമ്മൾ എന്ത് കാട്ടി? ബ്രാക്കറ്റിൽ ഇട്ടു അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞു? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് ആ ഗ്രാഫിൽ കിട്ടൽ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രാഫിലേക്ക് നോക്കൂ, ഗ്രാഫിൽ അടയാളപ്പെടുത്തി നോക്കൂ. 1 1 അപ്പോൾ എന്താണ്? എക്സും വൈൻ്റെയും സെൻട്രലായിക്കാണ്ട് 1 വന്നു, അതേപോലെ 2 വന്നു, അതിൻ്റെ അടിയിൽ തന്നെ 0യും അപ്പോൾ -1ഉം വന്നു അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈന്? അതായത് സെയിം ആയിക്കാണ്ടില്ല. ഇപ്പോൾ എക്സും വൈയും സെയിം ആണോ എന്നാൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടൽ കേട്ടോ. അപ്പോൾ ആ ഗ്രാഫ് നമ്മൾ നോക്കി. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മളിവിടെ 2 എക്സാമ്പിളാണ് ഇപ്പോൾ നോക്കിയത്. ഒന്നാമത്തെ ഒരു പ്ലോട്ടിൽ എങ്ങനെ പോയിന്റ് ആഡ് ചെയ്യാമെന്ന് പഠിച്ചു. പിന്നെ രണ്ടാമത്തെ ഫംഗ്ഷൻ എങ്ങനെ ഗ്രാഫ് വരയ്ക്കാം എന്ന് പഠിച്ചു. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി മൂന്നാമത്തതാണ് നമ്മൾ നോക്കുന്നത്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ y ഈക്വൽ എക്സ് സ്ക്വയർ. അതായത് എക്സ് വാല്യൂ എടുത്ത് അതിൻ്റെ സ്ക്വയർ എടുക്കുക, അത് വൈക്ക് ഈക്വൽ ആവും. അപ്പോൾ 1 സ്ക്വയർ 1 ആവും, 2 സ്ക്വയർ 4 ആവും. അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ ആവും വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് 4. ഇപ്പം നമ്മൾ 3 എടുക്കുകയാണെന്ന് നോക്കുകയാണെങ്കിൽ 3 എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ ആണ്. 3 സ്ക്വയർ ആയിരിക്കും, അതായത് 9 ആയിരിക്കും വൈൻ്റെ വാല്യൂ വരിക. അപ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ എക്സിൻ്റെ വൈൻ്റെ ഒക്കെ വാല്യൂ നമുക്ക് ഇഷ്ടമില്ലാതെ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസ് നമുക്ക് നോക്കാം. പ്ലോട്ട് ദ പോയിന്റ് ഗീവൻ ബിലോ ആൻഡ് ജോയിൻ ദം ബൈ എ കണ്ടിന്യൂസ് ലൈൻ, ഡ്രോ ഫ്രീ ഹാൻഡ്, വി ഗെറ്റ് ദ കർവ് ഗീവൻ ബിലോ. അപ്പോൾ നമ്മൾ ഫ്രീ ഹാൻഡ് അയക്കാണ്ടാണ് ആ ഒരു കർവ് വരയ്ക്കൽ, കാരണം സ്ട്രൈറ്റ് ലൈൻ ഒന്നല്ല. അപ്പോൾ നമുക്ക് അവിടെ കൊടുത്ത പോയിന്റ്സ് നോക്കാം. അപ്പോൾ എക്സിൻ്റെ 0 അപ്പോൾ സ്ക്വയർ ആണ് നോക്കൽ, അപ്പോൾ വൈൻ്റെ എന്തായാലും 0 ആയിരിക്കും.
അപ്പോൾ 0.5x വരാണെങ്കിൽ y എന്തായിരിക്കും? 0.25 ആയിരിക്കും. ഇനി 1 വരാണെങ്കിൽ yൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? 1 തന്നെ ആയിരിക്കും. ഇനി x 1.5 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എത്ര ആയിരിക്കും? 2.25 ആയിരിക്കും yൻ്റെ വാല്യൂ വരല്. അതേപോലെ 2 ആണ് സ്ക്വയർ എങ്കിൽ നമ്മുടെ y എന്തായിരിക്കും വരിക? 4 ആയിരിക്കും. അതിന് 2 സ്ക്വയർ എത്രയാണ്? 4 ആണ്. ഇനി നമുക്കൊരു ആക്സിസിൽ ഇതൊക്കെ ഒന്ന് പ്ലോട്ട് ചെയ്യാം. അതാണ് ആ ഗ്രാഫിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ പോയിന്റ്സും ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു യു ഷേപ്പിൽ ഒരു കർവായിരിക്കും നമുക്ക് കിട്ടലുണ്ടാവുള്ളൂ ട്ടോ. അപ്പോൾ ഇങ്ങനെ യു ഷേപ്പിൽ ഒരു ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് പാരാബോള. ഇനി അടിയിലുള്ള ആ നോട്ട്സ് നോക്കാം. ഇഫ് വി ഡ്രോ ദ ഗ്രാഫ്സ് ഓഫ് 2 ലീനിയർ ഫങ്ഷൻസ്, അതായത് 2 ലീനിയർ ഫങ്ഷൻ വരുന്ന ഗ്രാഫാണ് വരയ്ക്കുന്നതെങ്കിൽ 2 ലൈൻ കിട്ടും. ആ 2 ലൈൻസ് ചേർക്കുമ്പോൾ സിംഗിൾ അല്ലെങ്കിൽ ഒറ്റ പോയിന്റ് മാത്രമാവും കിട്ടുക. അപ്പോൾ വിച്ച് ഈസ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ദ ഗീവൻ ഇക്വേഷൻസ്, അതായത് 2 ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആവും ചേർത്ത പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമാണ് ഫസ്റ്റത്തെ ആ ഒരു പിക്ചർ എന്ന് പറയുന്നത്. അതായത് 2 ആക്സസ് കൂടെ എന്താ വരുന്നത്? 2 അപ്പോൾ ലീനിയർ ഫങ്ഷൻസ് ആണ് വരുന്നത്. ലീനിയർ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രൈറ്റ് ലൈൻ ആണ്. അപ്പോൾ 2 സ്ട്രൈറ്റ് ലൈൻ കൂട്ടി മുട്ടുന്ന സ്ഥലത്ത് എന്ത് വരാണ്? ഒരു പോയിന്റ് വരാണല്ലേ. ഇനി ആ നോട്ടിൽ രണ്ടാമത്തെ പോയിന്റ് ആണ്, ഇഫ് വി ഡ്രോ ഗ്രാഫ് ഓഫ് ദ ഫങ്ഷൻ y ഈക്വൽ എക്സ് സ്ക്വയർ. അപ്പോൾ y ഈക്വൽ എക്സ് സ്ക്വയർ ഗ്രാഫിൽ പാരാബോള ആയിരിക്കും കിട്ടുക. ആ ഒരു പാരാബോൾ കൂടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. നമുക്ക് 2 പോയിന്റ് കിട്ടുമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു നോട്ട് മനസ്സിലാക്കി വെക്കാം ട്ടോ. ഇനി ഇതിനെ സംബന്ധിച്ച് നമുക്ക് 2 എക്സാമ്പിൾ നോക്കാനുണ്ട്. നമുക്ക് നോക്കാം. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് y ഈക്വൽ 2x പ്ലസ് 1 ആൻഡ് y ഈക്വൽ 3x മൈനസ് 5. അപ്പോൾ ഇതിൽ ഓരോ പോയിൻറ്റ്സിൻ്റെ സൊല്യൂഷൻ തന്നിട്ടില്ല. അപ്പോൾ അതായത് എക്സ് കോർഡിനേഷൻ്റെയും വൈ കോർഡിനേഷൻ്റെയും അത് ഈ ഒരു ഫംഗ്ഷന് നമ്മൾ നോക്കേണ്ടതാണ്, നമ്മൾ കണ്ടെത്തേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ലീനിയർ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഫംഗ്ഷൻ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നമ്മൾ എലിമെൻ്ററി ടൈപ്പ് ഓഫ് ഫംഗ്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കണ്ട് ഇത് ഏതാണ് ടൈപ്പ്? ഇതൊരു ലീനിയർ ടൈപ്പ്, ആ സ്ട്രൈറ്റ് ലൈൻ വരുന്ന ഒരു ഫംഗ്ഷനാണ്. ഇനി നമുക്ക് എക്സും വൈയും കണ്ടെത്താം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത് 1 2 -1 -2. അപ്പോൾ ഫംഗ്ഷനാണ് വൈയിൽ കൊടുത്തിട്ടുള്ളത്, അതായത് 2x + 1. അപ്പോൾ ഇനി എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ വൈ എങ്ങനെ കിട്ടുക? അപ്പോൾ 2 × 1 + 1 = 3 ആവും. അപ്പോൾ വൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ 2 × 2 = 4 + 1 = 5 ആവും വൈ വാല്യൂ കിട്ടുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -1 ആണെങ്കിൽ അപ്പോൾ 2 × അപ്പോൾ -1 + 1 = -1 ആവും. ഇനി എക്സിൻ്റെ വാല്യൂ -2 ആണെങ്കിൽ y ഈക്വൽ 2 × -2 + 1 = -3 ആവും കിട്ടുക. ഈ ഒരു പ്രോബ്ലത്തിൽ 2 ഫംഗ്ഷൻ്റെ അപ്പോൾ എക്സും ആൻഡ് വൈയും ആണ് നോക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ്റെ നമ്മൾ നോക്കി, അതിൻ്റെ വൈയും അതേപോലെ എക്സും നമുക്ക് കിട്ടി. അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷനാണ്, അപ്പോൾ 3x - 5 ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഈ ഒരു ഫംഗ്ഷൻ്റെ നമ്മളിങ്ങനെ കണ്ടെത്തില്ലേ? നമ്മൾ ആദ്യം എങ്ങനെയാണ് ഫംഗ്ഷൻ നോക്കിയത് അതേപോലെ തന്നെയാണ് വൈയും അപ്പോൾ അതേപോലെ എക്സും കണ്ടെത്തൽ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രാഫിലേക്ക് പോകാം. ഗ്രാഫ് വരയ്ക്കുന്നതിൻ്റെ മുമ്പ് നമ്മളിത് എന്താക്കണം? അപ്പോൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആക്കണം അല്ലേ. അപ്പോൾ 1, 3, അപ്പോൾ 2, 5, അപ്പോൾ -1 -1 -2 അപ്പോൾ -3, അങ്ങനെ ഓരോന്ന് എന്താക്കണം? പെയർ ആക്കണമല്ലേ, അതായത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആക്കണം. എന്നിട്ടാണ് നമ്മൾ ഗ്രാഫിൽ അത് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. ഇനി ആ ഗ്രാഫിലേക്ക് നോക്കൂ. ആ 2 ഫംഗ്ഷൻ്റെ പോയിൻറ്റ്സ് യോജിപ്പിച്ചുകൊണ്ട് കിട്ടിയ 2 സ്ട്രൈറ്റ് ലൈനാണ് നമ്മൾ ആ കാണുന്നത്. എന്നിട്ട് അവിടെ എന്ത് കൊടുത്തു? y ഈക്വൽ 2x + 1ഉം അപ്പോൾ y ഈക്വൽ 3x - 5ഉം കൊടുത്തു. 2 ഫംഗ്ഷൻസ് ആ 2 ഏറോ മാർക്കിൻ്റെ നേരെ കൊടുത്തു. അപ്പോൾ ഇത് പോയിൻറ്റ്സ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇത് വല്ലാതെ പണിയൊന്നുമില്ല. ഇതിൻ്റെ സൊല്യൂഷൻ മാത്രം എങ്ങനെയാണ് കാണൽ എന്ന് കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രാഫ് ചെയ്യാൻ അറിയില്ലേ? അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് പോയിന്റ് ചെയ്യുക മാത്രമാണ് കേട്ടോ ചെയ്യൽ. അതാണ് പിന്നെ സൊല്യൂഷനാണ് പിന്നെ കുറച്ചൊരു പണിയില്ലത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മതി. ബാക്കി പോർഷൻസ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതാണ് കേട്ടോ.